നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷ ഓഗസ്റ്റ് 9 ശനിയാഴ്ച, അതായത് ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരീക്ഷ ഓർത്ത് ടെൻഷനൊക്കെ അടിച്ചിരിക്കുമായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ടെൻഷൻ വരുന്നത് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ എഴുതാൻ പോകുന്നവർക്കാണ്. ആദ്യത്തെ ഓഗസ്റ്റ് 2 നടന്ന പരീക്ഷയുടെ ചോദ്യമൊക്കെ കണ്ടിട്ട് അതൊന്നും ഞാൻ പഠിച്ചില്ലല്ലോ, ഈ സോഴ്സൊന്നും ഞാൻ പഠിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ന്യൂ SCERT കവർ ചെയ്തില്ലല്ലോ, ഇതൊക്കെ എൻ്റെ പരീക്ഷയ്ക്കും ചോദിക്കൂ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ ഇനിയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആ പരീക്ഷാ ഹാളിൽ 1.5 മണിക്കൂർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്ത് പഠിച്ചു എന്നതിലൊക്കെ കാര്യമുണ്ട്. അതിലും പ്രധാനപ്പെട്ടത് എന്താണ്, എങ്ങനെ അത് പ്രയോജനപ്പെടുത്തുന്നു, എങ്ങനെയാണ് ചോദ്യം വായിച്ച് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് നെഗറ്റീവ് അവോയ്ഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഭാവി വരുന്നത്. അപ്പോൾ എത്രയൊക്കെ നെഗറ്റീവ് അടിക്കരുതെന്ന് പറഞ്ഞ് പോയാലും എന്ത് ചെയ്യും, അവസാനം കുറേ നെഗറ്റീവും കൊണ്ടിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിനി ഈ ഒരു ദിവസം ചെയ്യേണ്ട ചെറിയ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ ഇവിടെ വെച്ച് കണ്ടിട്ട് പോകാവുന്നതാണ്. ആദ്യത്തെ കാര്യം എല്ലാവരും പറയുന്നത് തന്നെയാണ്, നിങ്ങൾ കുറച്ച് വാട്ടറൊക്കെ എടുത്ത് നല്ല കാമായിട്ടിരിക്കുക. കയറുന്നതിന് മുന്നേ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ യൂസ്ഫുള്ളാവും. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹോളിൽ ബോട്ടിൽ കൊണ്ട് കയറാൻ പറ്റുമെങ്കിൽ അങ്ങനെ കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊന്ന് ടെൻഷൻ വരുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കുടിച്ച് നോക്കി. ഇതുവരെ ആ ടിപ്പ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് വെള്ളമൊക്കെ കുടിച്ച് ബോഡി ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കുമ്പോൾ നിങ്ങളൊന്ന് റിഫ്രഷ് ആവും, നിങ്ങളുടെ ടെൻഷൻ കുറയും. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ വെള്ളം കുടിച്ചാൽ ഇത് മാറുമോ, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എക്സാം ഹോളിൽ നിങ്ങൾ ബോട്ടിൽ കൊണ്ട് കയറിയതിന് ശേഷം നിങ്ങൾക്കൊന്ന് ടെൻഷൻ ആകുമ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ അതിന് മുന്നേ നല്ല രീതിയിൽ വാട്ടറൊക്കെ എടുത്ത് നല്ല കാമായിട്ടിരിക്കുക. മൈൻഡ് കാമായിട്ടുണ്ടെന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബ്രെയിനും അതെന്ത് ചെയ്യും, കാമാക്കും. രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈ കിട്ടി, നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും അതൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതുക. ഓവർ ടെൻഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ തെറ്റിച്ച് വെക്കും. അത് ഞാൻ പറയുകയാണ്, കുറച്ച് അരമണിക്കൂർ നിങ്ങൾക്ക് സമയമുണ്ടല്ലേ, 1:30 തൊട്ട് 2 മണി വരെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് എഴുതി തീർത്താൽ മതി. ടീച്ചർ വെപ്രാളം പിടിച്ച് സൈൻ ഇടാനൊന്നും വരത്തില്ല. വരുവാണെങ്കിൽ പറയാം ഞാൻ എഴുതി കഴിഞ്ഞില്ല, അരമണിക്കൂറുണ്ടല്ലോ നമുക്കിതൊക്കെ ഫില്ല് ചെയ്യാനും കാര്യങ്ങൾക്കും. അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നവർ എഴുതിയോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇതൊക്കെ വെപ്രാളം പിടിച്ച് എഴുതി വെച്ചിട്ട് തെറ്റിപ്പോവും. ആദ്യമായിട്ട് പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്നവർ കാണും, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെയൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. സാവധാനം വായിച്ചിട്ട് എന്താണ് ചോദിച്ചേക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ഫില്ല് ചെയ്താൽ മതി. ദെൻ നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യുക, നല്ല ശ്രദ്ധയോടുകൂടി വായിക്കുക. ചോദ്യപേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ തിരക്ക് കൂട്ടാതെ സമയം മാനേജ് ചെയ്യുക, നല്ല പോലെ വായിക്കുക. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എപ്പോഴും പറയുന്നതാണ്, ഒന്നാമത്തെ ചോദ്യം തൊട്ട് എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏത് കോഡാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് കിട്ടുന്ന കൂടുതൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മേഖല കണ്ടെത്തിയിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ആ ചോദ്യങ്ങൾ ഉത്തരം എഴുതുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ആവും. അതിനുശേഷം സാവധാനം പ്രസ്താവന ചോദ്യങ്ങളിലേക്കും അറിയാത്ത ചോദ്യങ്ങളിലേക്കൊക്കെ വരിക. ഒന്ന് വായിച്ച് നോക്കുക, വെറുതെ ഒന്നും കയറി കറുപ്പിക്കരുത്, എല്ലാം ഒന്ന് വായിച്ച് നോക്കുക. മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ റിസ്ക് എടുക്കാതിരിക്കുക. മലയാളം കറണ്ട് അഫേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്തേക്കുക. നെഗറ്റീവ് അവോയ്ഡ് ചെയ്യുന്ന കാര്യമാണ്. ഈ മലയാളം ഇംഗ്ലീഷൊക്കെ കണ്ടിട്ടുള്ള ഓർമ്മ വെച്ച് ഈസും വാസും ഒക്കെ കൊടുക്കുക. അല്ലെങ്കിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒക്കെ കാണുമ്പം, അല്ലെങ്കിൽ വിപരീത പദമോ ഒക്കെ കാണുമ്പോൾ ഒരു പ്രാസം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ കയറി കറുപ്പിക്കാനായിട്ട് തോന്നും. അല്ലെങ്കിൽ ആർട്ടിക്കിൾസൊക്കെ ഓവർ, ടു, ഇന്ന്, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതാണെന്ന് തോന്നുന്നു എന്ന രീതിയിൽ എന്ത് ചെയ്യും, ഇതങ്ങ് കറുപ്പിച്ചാലോ എന്ന് പറഞ്ഞ് തോന്നും. അപ്പം നിങ്ങൾ GK റിസ്ക് എടുത്താലും മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ കറണ്ട് അഫേഴ്സ് എവിടെയോ ഞാനത് വായിച്ചായിരുന്നല്ലോ, ഈ അടുത്തിടയ്ക്ക് TV-യിലോ പത്രത്തിലോ കണ്ടായിരുന്നല്ലോ എന്നൊരു ഒട്ടും തീർച്ചയില്ല എങ്കിൽ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. എല്ലാ പരീക്ഷകൾക്കും ഇങ്ങനെ നെഗറ്റീവ് സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അല്ലേ, പലപ്പോഴും നടക്കാറില്ല. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളൊന്ന് ദൃഢനിശ്ചയം എടുത്തിട്ട് ഒന്ന് പോയി നോക്കുക, എന്താണ് നെഗറ്റീവ് കുറയ്ക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതെന്നൊന്ന് നോക്കുക. അതുപോലെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ചർച്ചകൾക്കൊന്നും നിൽക്കണ്ട. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പോയി ചർച്ച ചെയ്യുമോ അല്ലേ, ഇതിൻ്റെ ഉത്തരം എന്തായിരുന്നു, അല്ലെങ്കിൽ എക്സാം ഹോളിലിരുന്നേ പ്ലാൻ ചെയ്ത് വെച്ചേക്കും, ഇതിൻ്റെ ഉത്തരം പ്രൊവിഷനിലൊന്നും വരത്തില്ല, അതിനുമുന്നേ ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോയിട്ട് എനിക്ക് തിരുത്തി കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലേ. ആ പരീക്ഷ കഴിഞ്ഞിങ്ങ് ഇറങ്ങിയാൽ പിന്നെ ആ ഒരു ആൻസർ ഷീറ്റുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല, ആ OMRുമായിട്ട് പിന്നെ ഒരു ബന്ധവുമില്ല. പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ വീട്ടിൽ വന്ന് സാവധാനം അതൊക്കെ നോക്കിയാൽ മതി.
അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നല്ല കാമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് വരിക. ഒരുപാട് ടെൻഷൻ അടിച്ച് പോയാൽ അത് ഉറപ്പായിട്ടും നിങ്ങളെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഞാൻ പരീക്ഷ എഴുതും എന്നുള്ള രീതിയിലൊന്ന് പോയി നോക്കുക. പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും എന്താണ് തെറ്റായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണോ, എലിമിനേഷൻ ടെക്നിക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് കഴിയട്ടെ. അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകൾക്കും ക്ലാസ്സുകൾക്കുമായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇടുന്നുണ്ടായിരുന്നു ടെലിഗ്രാം ചാനൽ വഴിയിട്ട്. അപ്പോൾ അത് ആദ്യത്തെ സ്റ്റേജിലുള്ളവർക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെട്ടു. അപ്പോൾ ഇതുപോലെ വരുന്ന പരീക്ഷകൾക്കുള്ള ക്ലാസ്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ അംഗമാവുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എളുപ്പമുള്ളതാവട്ടെ. താങ്ക് യു.